വടക്കൻ ഗസയിലെ അവസാനത്തെ ആശുപത്രിയും ഇസ്രായേൽ തകർത്തു. പരിമിതമായ സൗകര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന കമാൽ അദ്വാൻ ആശുപത്രിയാണ് ഇസ്രായേൽ ഇപ്പോൾ തകർത്തിരിക്കുന്നത്. ജനങ്ങളെ പൂർണ്ണമായി ഈ മേഖലയിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണമെന്നാണ് ആരോപണം. എന്നാൽ ഹമാസ് വീണ്ടും സംഘം ചേരുന്നത് തടയാനാണ് ആക്രമണം തുടരുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണം 50-ലേറെ പേരുടെ ജീവനാണ് എടുത്തത്. ആശുപത്രിയുടെ ഒരു ഭാഗം ഇസ്രായേൽ നേരത്തെ തന്നെ തകർത്തിരുന്നുവെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 3 മാസത്തിലേറെയായി ഇസ്രായേൽ സൈന്യം വളഞ്ഞുവെച്ച് ആക്രമണം തുടരുന്ന വടക്കൻ ഗാസയിലെ ജബാലിയ, ബെയ്ത്ത് ലാഹിയ, ബെയ്ത്ത് ഹനൂൻ എന്നീ പ്രദേശങ്ങളോട് ചേർന്നാണ് ആശുപത്രി പ്രവർത്തിച്ചിരുന്നത്. മേഖലയിൽ ഭാഗികമായെങ്കിലും പ്രവർത്തിച്ചിരുന്ന അൽ ഔദ, അൽ അദ്വാൻ ആശുപത്രികളും ഇതോടെ നാമാവശേഷമായി. നേരത്തെ വടക്കൻ ഗസയിലെ ഇന്തോനേഷ്യൻ ഹോസ്പിറ്റൽ ഇസ്രായേൽ സൈന്യം ബലമായി ഒഴിപ്പിച്ചിരുന്നു. പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുകയാണ്. വടക്കൻ ഗസയിലെ ജബാലിയ, ബെയ്ത്ത് ലാഹിയ, ബെയ്ത്ത് ഹനൂൻ എന്നീ പട്ടണങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ച് 100 കണക്കിന് വീടുകളും കെട്ടിടങ്ങളും തകർത്ത ഇസ്രായേൽ ഇവിടേക്ക് മരുന്നുകളും ഭക്ഷണപ്പൊതികളും വിതരണം ചെയ്യുന്നത് തടഞ്ഞിരിക്കുകയാണ്. 24 മണിക്കൂറിൽ 58 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ആക്രമണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയ സുരക്ഷിത മേഖലയെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ള അൽ മവാസിയിൽ 11 പേർ കൊല്ലപ്പെട്ടു. മധ്യ ഗസയിലെ നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പ് ലക്ഷ്യമാക്കിയും ആക്രമണമുണ്ടായി. വടക്ക് ഷുജയ്യ മേഖലയിലും 3 പേർ കൊല്ലപ്പെട്ടു. കമൽ അദ്വാനിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ കൊടും ക്രൂരതകൾ പുറത്തുവരികയാണ്. ഇസ്രായേലി സൈന്യം 12 മണിക്കൂറിലധികം തണുപ്പത്ത് നഗ്നരാക്കി നിർത്തിയെന്ന് ആശുപത്രിയിലെ നഴ്സ് അൽ ജസീറയോട് പറഞ്ഞു. മുറിവേറ്റ രോഗികളെ ഉൾപ്പെടെ സൈന്യം മർദ്ദിച്ചു. പരിശോധനയ്ക്കായി ശിരോവസ്ത്രം അഴിക്കാൻ വിസമ്മതിച്ച സ്ത്രീകളുടെ മുഖത്തടിച്ചു. ടോയ്ലറ്റിൽ പോകാൻ അനുവദിച്ചില്ല. ഞങ്ങൾ അപമാനിക്കപ്പെട്ടു. ഞങ്ങൾ ക്ഷീണിതരാണെന്നും നഴ്സ് പറഞ്ഞു. ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്ന സ്ഥലത്ത് എത്തുന്നതുവരെ തണുപ്പത്ത് 2 മണിക്കൂർ നടത്തിച്ചുവെന്ന് ആശുപത്രിയിൽ കഴിഞ്ഞ നഴ്സ് പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോകൾ അവർ എടുത്തു. അവർ ഞങ്ങളുടെ നേരെ തുപ്പി, ഞങ്ങളെ അപമാനിച്ചു. ഞങ്ങളെ വിട്ടയക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും നെഞ്ചിലും പിന്നിലും നമ്പർ രേഖപ്പെടുത്തിയെന്ന് അവർ പറഞ്ഞു. ആശുപത്രിയിൽ നിന്ന് നിർബന്ധിച്ചൊഴിപ്പിച്ച ശേഷം എല്ലാവരെയും അൽ ഫരീഖ് സ്ക്വയറിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിച്ച് ശിരോവസ്ത്രം അഴിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വഴങ്ങിയില്ലെന്നും ജീവനക്കാർ വ്യക്തമാക്കി. 400ഓളം പേരെയാണ് ആശുപത്രിയിൽ നിന്ന് പിടികൂടിയത്. തോക്കുകൾ കൊണ്ട് അടിക്കുകയും തണുപ്പത്ത് മണിക്കൂറുകൾ നിർത്തിയതായും ഇവർ പറഞ്ഞു. ഇതിൽ പരിക്കേറ്റവരും പ്രായമായവരുമുണ്ട്. ബോംബാക്രമണത്തെ തുടർന്നുണ്ടായ തീ രോഗികൾ കഴിഞ്ഞിരുന്ന വാർഡിലേക്കും ഓപ്പറേഷൻ റൂമിലേക്കും ലബോറട്ടറിയിലേക്കുമെല്ലാം പടർന്നു. നിരവധി ജീവനക്കാർ പൊള്ളലേറ്റ് മരിച്ചെന്നും ഇവർ പറയുന്നുണ്ട്.